ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്ന പോസിറ്റീവ് ചേഞ്ചസ്, നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ മൈൻഡ് സെറ്റ് മാറാൻ പോകുന്നു, എന്താണ് നെക്സ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കാൻ പോകുന്നത്, ഇതാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, അല്ലാത്തത് നിങ്ങൾ വിട്ടേക്കാം. പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. സോ നിങ്ങൾ 1 മിനിറ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. 3 പ്രാവശ്യം സ്ലോലി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഈ ഒരു റീഡിങ്സിലോട്ട് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരിക. ഓക്കെ. Ten of Swords, Ace of Wands, Emperor, 4 of Wands, Knight of Wands, 2 of Cups, World card, Queen of Pentacles, 7 of Cups and 3 of Wands. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് വന്നിട്ടുള്ളത് 2 of Wands ആണ്. ഓക്കെ. സോ ഫസ്റ്റ് എനർജി കാണിക്കുന്നത് 10 ഓഫ് സോഡ്സ്, അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കറൻ്റ്ലി ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പെയിൻഫുൾ എൻഡിങ്ങിലൂടെയാണ് കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു ബാക്ക് സ്റ്റാബോ അങ്ങനെ ചതിക്കപ്പെടുകയും അങ്ങനെ എന്തോ ഒരു സിറ്റുവേഷനിലൂടെ ആ ഒരു വ്യക്തി കടന്നു പോവുകയും, ഇപ്പോൾ ആ ഒരു വ്യക്തി തേർഡ് പാർട്ടി എനർജിയിൽ ആയിരുന്നു, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഒരു സിറ്റുവേഷനിലായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും ആ ഒരു വ്യക്തിക്ക് ആ ഒരു തിരിച്ചടി കിട്ടുകയും അത് ആ ഒരു വ്യക്തി റിയലൈസ് ചെയ്യുകയും ചെയ്ത് ആ ഒരു മെൻ്റൽ സ്ട്രെസ് അല്ലെങ്കിൽ ഇമോഷണൽ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഇപ്പോൾ ആ ഒരു വ്യക്തി അങ്ങനെയാണ് ഇരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഏസ് ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു അവസാനം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും പറയും പോലെ എന്തോ ഒരു നല്ലതിൻ്റെ തുടക്കമാണ്. അപ്പോൾ ഏസ് ഓഫ് വോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു വ്യക്തി ഒരു ഫ്രഷ് സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ തുടങ്ങാൻ തീരുമാനിക്കുന്നു. ആൻഡ് ആ ഒരു വ്യക്തിയുടെ പാഷൻ എന്താണോ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിക്കുള്ള എന്താണോ നല്ലത്, അല്ലെങ്കിൽ ജീവിതത്തിലെ ആ ഒരു ഡാർക്ക് സൈഡൊക്കെ ഓവർകം ചെയ്ത് ഇനി ജീവിതത്തിലെ ലൈറ്റർ സൈഡിലോട്ട് മാറാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി തീരുമാനമെടുക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലോട്ട് ആ ഒരു വ്യക്തി എത്തും. ഈ ഒരു ഡൗൺഫോളിൽ നിന്നും ആ ഒരു വ്യക്തി കരകയറാൻ വേണ്ടി ആ ഒരു വ്യക്തി തീരുമാനിക്കും എന്നുള്ളതാണ്. ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ പുതിയ ബിഗിനിങ്സ് വരും. അതിനുശേഷം എംപറർ എനർജിയാണ് കാണുന്നത്. അതായത് കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് മാറുകയും തീരുമാനങ്ങളൊക്കെ എടുക്കുകയും, ഇപ്പോൾ റിലേഷൻഷിപ്പിലായാലും കുറച്ചുകൂടെ സീരിയസ് ആവും ആ ഒരു വ്യക്തി. ആൻഡ് ആ ഒരു വ്യക്തിയുടെ ആക്ഷൻസും ഇമോഷൻസും എല്ലാം ഒരു വ്യക്തി കൺട്രോൾ ചെയ്യുകയും ഇപ്പോൾ ഈ കിട്ടിയ ഒരു തിരിച്ചടിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വ്യക്തി പഠിക്കും. ആൻഡ് ഈ ഒരു തിരിച്ചടി മൂലം ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ചേഞ്ചസ് വരും, നല്ല നല്ല ചേഞ്ചസ് വരും. ഓക്കെ. ആൻഡ് അതിനുശേഷം 4 ഓഫ് വോൺസ് ആണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു റോയിൽ നോക്കുമ്പോൾ തന്നെ ആ ഒരു ഡൗൺഫോളിൽ നിന്നും തിരിച്ചെണീറ്റ് തീരുമാനങ്ങളെടുത്ത് ബോൾഡായി മുന്നോട്ട് വന്ന് ആ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഇതാണ് അവിടെ കാണുന്നത്. അപ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ സൈനാണ്. കാരണം റിയൂണിയൻ അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ്റെ ഒക്കെ ഒരു കാർഡാണ് നമുക്കവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിയായിട്ട് തന്നെ കുറച്ചൊരു തീരുമാനം എടുക്കുകയും ഈ ഒരു റിലേഷൻഷിപ്പിനെ സീരിയസ് ആയി കാണുകയും നിങ്ങളിലേക്ക് വരികയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പം തിരിച്ച് ആ ഒരു നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു സ്ട്രോങ് ഫൗണ്ടേഷനോട് കൂടി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ്, അതായത് ഇപ്പം മാരേജ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മാരേജ് പോസിബിളാണ് എന്നുള്ളത്. മാരീഡ് ആയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ഉള്ള ഒരു റിയൂണിയനൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതിനുശേഷം വന്നിട്ടുള്ള നൈറ്റ് ഓഫ് വോൺസ് ആണ്. അതായത് ആ ഒരു വ്യക്തി നിങ്ങളുമായി മുന്നോട്ട് പോകാൻ ഒരു തീരുമാനമെടുക്കുകയും അതുമായി തന്നെ ശക്തമായി ഒരുപാട് മുന്നോട്ട് പോവുകയും തീരുമാനങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കുമെന്നുള്ളതാണ്. ഓക്കെ. നിങ്ങളുമായിട്ട് റീകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി വേഗം തന്നെ ശ്രമിക്കും. തെറ്റുകളൊക്കെ മനസ്സിലാക്കി എന്താണ് സത്യമെന്ന് മനസ്സിലാക്കി ആ ഒരു വ്യക്തി മെച്ചുവേർഡായിട്ട് കാര്യങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകും. അഗെയിൻ നമുക്ക് 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സോ അതും ആ ഒരു ലവേഴ്സിൻ്റെ ഒരു കാർഡ് തന്നെയാണ്. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പരസ്പരം ഒരുപാട് മനസ്സിലാക്കാൻ പറ്റും. എന്താണ്
ഫോൾട്ട് പറ്റിയത്, ആർക്കാണ് പറ്റിയത് എന്നെല്ലാം ആ ഒരു വ്യക്തി മനസ്സിലാക്കുകയും പിന്നീടും ഇതൊരു ഹീലിങ്ങിലൂടെ കടന്നു പോയി നിങ്ങൾ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി വീണ്ടും ആ ഒരു ലവും റെസ്പെക്റ്റും എല്ലാം റീകണക്ട് ചെയ്ത് ഇത് മുന്നോട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ആ ഒരു സോൾമേറ്റ് എനർജിയാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അതിന് ശേഷം എന്താണ് വന്നിട്ടുള്ളത്? വേൾഡ് കാർഡാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഈ പറഞ്ഞ പോലെ എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് ഒരുമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വേൾഡ് കാർഡ്, അതായത് ഒരു കംപ്ലീഷൻ അല്ലെങ്കിൽ ഒരു ന്യൂ ചാപ്റ്ററിൻ്റെ ഒരു കാർഡാണ്. അപ്പോൾ ആ ഒരു നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലെ ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരുടെ ആ ഒരു റിയൂണിയൻ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ ഒരുപാട് സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ടാകും. സോ അതൊക്കെ ഒരു ലെസൺസ് ആയിട്ട് എടുക്കുക. ഓക്കെ, സ്പിരിച്വൽ ലെസൺസ് ആയിട്ട് എടുക്കുക. ആൻഡ് എന്താണ് നമ്മളെ തന്നെ സ്വയം മനസ്സിലാക്കാനുള്ള ഒരു ടൈമാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ലൈഫിലേക്ക് ഓരോ വ്യക്തികൾ വരികയും പോവുകയൊക്കെ ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇനി ബെറ്ററായ രീതിയിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും. അതിനുശേഷം ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ അഗെയിൻ ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് തരുന്ന അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യലി സപ്പോർട്ട് തരുന്ന ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ഒക്കെ തരുന്ന ഒരു പാർട്ട്ണർ. അതായത് നമ്മളെപ്പോഴും പാമ്പർ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെപ്പോഴും കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പാർട്ട്ണർ ശ്രമിക്കുമെന്നുള്ളതാണ്. നെക്സ്റ്റ് 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതായത് ഇങ്ങനെയൊക്കെ ആ ഒരു വ്യക്തി തീരുമാനിച്ച് മുന്നോട്ട് വന്നെങ്കിലും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ ചോയ്സസോ ഒക്കെ ഉണ്ടാകാം എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളുടെ മുന്നിൽ ഇപ്പോൾ ഒരുപാട് ചോയ്സസ് ഉണ്ടാകും. ചിലതൊക്കെ നല്ലതായിരിക്കാം, ചിലതൊക്കെ ചീത്തയായിരിക്കാം. അപ്പോൾ അത് ഏതാണെന്ന് മനസ്സിലാക്കി നമ്മൾ ചൂസ് ചെയ്ത് പോകേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യക്തിക്ക് എവിടെയെങ്കിലും എത്തുമ്പോഴത്തേക്ക് ആ ഒരു കൺഫ്യൂഷൻസ് വന്നേക്കാം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അഗെയിൻ 3 ഓഫ് വാണ്ട്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഫ്യൂച്ചർ പ്ലാനിങ് അല്ല, ആ ഒരു വ്യക്തി ഫ്യൂച്ചറിനെയൊക്കെ മുന്നേറ്റി കണ്ടുകൊണ്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നതായിട്ടാണ് കാണുന്നത്, ആക്ഷൻസ് എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ ചിന്തിക്കും, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനുള്ള പ്രിപ്പറേഷൻസൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ അടുത്തടുത്ത സ്റ്റെപ്സ് എന്താണ് ഉള്ളത് അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. സോ ഫാസ്റ്റ് ഫോർവേഡായിട്ട് ആ ഒരു വ്യക്തി ചെയ്യും. പക്ഷേ അതിന് മുന്നേ ആ ഒരു വ്യക്തി ആ ഒരു ഇമോഷണലി ഡൗൺ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയ ഒരു ഇതിൽ നിന്നും ഓവർകം ചെയ്ത് വരണം. അതിന് ശേഷമാണ് ആ ഒരു വ്യക്തി ബോൾഡായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ഫാസ്റ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്നാണ് നമ്മളിവിടെ റീഡിങ്സിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് 2 ഓഫ് വാണ്ട്സ് ആണ് വന്നിട്ടുള്ളത്. അതായത് ആ ഒരു ഓവറോൾ എനർജി നോക്കുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തി തീരുമാനങ്ങൾ എടുക്കും, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിന് ഉള്ള പ്ലാനിങ് എടുക്കും. അതിന് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി പ്രിപ്പയർ ചെയ്യും എന്നുള്ളതാണ്. അപ്പം പാസ്റ്റിൽ നടന്നുപോയ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുകയും അതിൽ നിന്നുള്ള ലെസൺസ് എല്ലാം ആ ഒരു വ്യക്തി ഉൾക്കൊണ്ട് ഫ്യൂച്ചറിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബോൾഡ് ഡിസിഷൻസ് എടുക്കുകയും അതിന് നിങ്ങളുമായിട്ടുള്ള ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഓവറോൾ റീഡിങ്സ് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് അതെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു പോസിറ്റീവ് ചേഞ്ചസ് വരാൻ പോകുന്നു. നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ആ ഒരു ചിന്താഗതിയൊക്കെ ആ ഒരു പെയിൻ അല്ലെങ്കിൽ കൺഫ്യൂഷൻസിൽ നിന്നും മാറി ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി അതൊക്കെ അറ്റൈൻ ചെയ്യാൻ പോകുന്നു. ആൻഡ് വീണ്ടും നിങ്ങൾ തമ്മിലൊരു റീകണക്ഷൻ അല്ലെങ്കിൽ ഒരു റിയൂണിയൻ ഉണ്ടാകുകയും ആ ഒരു ബോണ്ട് വീണ്ടും ഡീപ്പറായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ക്ഷമയോടുകൂടി സെൽഫ് ലവ് ചെയ്ത് ഹീൽ ചെയ്ത് നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിക്കുക. ആ ഒരു എല്ലാം നമ്മളുടെ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ നടക്കും. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോക്ക് ലൈക്ക് തരിക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.